നമ്മൾ അടുത്തിടെ റിയൽമി പുറത്തിറക്കിയ റിയൽമി നാർസോ 50 പ്രോ എന്ന സ്മാർട്ട് ഫോൺ പരിചയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിൽ നിന്നും പ്രൈസ് താഴ്ന്നു നിൽക്കുന്നതും, അതായത് റിയൽമി നാർസോ 50 പ്രോയിൽ നിന്ന് പ്രൈസ് താഴ്ന്നു നിൽക്കുന്നതും എന്നാൽ 5G സപ്പോർട്ട് ഉള്ളതുമായിട്ടുള്ള റിയൽമി സ്മാർട്ട് ഫോൺ റിയൽമി നാർസോ 50 5G എന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പരിചയപ്പെടാം. അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പിക്കൽ നാർസോ ഫോണുകൾ വരുന്ന ബോക്സിൽ തന്നെയാണ് റിയൽമി നാർസോ 50 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഹൈപ്പർ ബ്ലൂ എന്ന കളർ വേരിയന്റ് ആണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സാർ വാല്യൂ ഇവിടെ പറയുന്നുണ്ട് 1.169 ഹെഡിന്, അതുപോലെ 1.189 ബോഡിക്കുമാണ് വിത്തിൻ ലിമിറ്റ്. ഇതിനകത്തൊരു വെള്ള പേപ്പർ ബോക്സ് ഇതുപോലെ ഇരിക്കുന്നു. ഇതിനകത്ത് ഫീൽ ദ പവർ നാർസോ എന്ന് എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് നോർമലി ഇതിൻ്റെ ബാക്ക് കേസും യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷനും ഒരു സിം ഇജക്ടർ പിന്നുമായിരിക്കും ഉള്ളത്. യെസ്, അതുപോലെ തന്നെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ, സിം ഇജക്ടർ പിൻ, അതുപോലെ ബാക്ക് കേസ്. ഫോണിൻ്റെ ഷേപ്പ് ഈ ഒരു ബാക്ക് കേസ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ക്വയർ ഷേപ്പ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു വലിയ ക്യാമറ കട്ടൗട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇതായിരിക്കുന്നു ഫോൺ, അതിലേക്ക് വരാം. വേറെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് കേബിൾ, A to C ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് പൊട്ടിച്ചു പോലും എടുക്കാത്തത് പല വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഈ കേബിളൊന്നും പുറത്ത് പൊട്ടിച്ചെടുക്കാറില്ല. അപ്പോൾ വേഗം എന്താണ് ഇതുപോലും ഇങ്ങനെ പുറത്തെടുക്കാത്തതെന്ന് നിങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ടാകും. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തിരിച്ച് അയക്കേണ്ടി വന്നാൽ ഈ ഫോൺ തിരിച്ച് കൊടുക്കേണ്ട എന്നുള്ള സൗകര്യത്തിന് പാക്ക് ചെയ്യുമ്പോൾ വൃത്തിയായിട്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അത് പൊട്ടിച്ച് അതിൻ്റെ കേബിൾ പുറത്തെടുക്കാത്തതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. നേരത്തെ നമ്മൾ കേസ് കണ്ടപ്പോൾ തോന്നിയതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ക്വയർ ബോക്സി ഷേപ്പ്. നല്ല രസമുണ്ട് ഫോൺ കാണാൻ കേട്ടോ. ഈ ഒരു ബോക്സി ഡിസൈനുള്ള ഫോണുകൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടുതലുണ്ട് സാധാരണ കർവ്ഡ് ബോഡിയൊക്കെ ഉള്ളതിനേക്കാളും. അപ്പോൾ അടുത്തിടെ നമ്മൾ റിയൽമിയുടെ നാർസോ 50 പ്രോ 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ഫോണുമായിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഡിസൈൻ ബേസ് ഒന്ന് കമ്പയർ ചെയ്യാം. കളർ നമുക്ക് രണ്ടും ഒരേ കളർ വേരിയൻ്റാണ് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു നാർസോ 50 പ്രോ ഇതാണ് പ്രൈസ് കൂടിയത്. അതിൻ്റെ ബാക്ക് കണ്ടില്ല, ഈ സൈഡെല്ലാം കർവ്ഡാണ്. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സി ഡിസൈനിലാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകൾ നോക്കി ഇതിനകത്ത് വിലക്കുറവുള്ളത് ഈ പറഞ്ഞ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നാർസോ 50 5G ആണ്. പക്ഷേ കാണാൻ ലുക്കിംഗ് ഈ ഒരു ഫോണല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ബോക്സി ഡിസൈനാണ് ഈ ഒരു 50 പ്രോ 5Gയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് 50 5G ആണ് ഡിസൈൻ വൈസ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുറവാണ് പ്രോ 5Gയേക്കാൾ. അതായത് ഇതിനകത്ത് ബാക്കിൽ പ്രധാനമായിട്ടും ഒരു ക്യാമറയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. അതുപോലെ ഇവിടെ 2 LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നാർസോ എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ 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 ഡിസൈനുകൾ നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റിലോട്ട് പിടിച്ച് വളരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വലത്ത് സൈഡിൽ ഇതുപോലെ പവർ ബട്ടൺ കാണാം. ഇവിടെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. എന്നാൽ 50 പ്രോ 5Gയിൽ അത് ഇൻ ഡിസ്പ്ലേ ആയിരുന്നു. താഴെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്, ഇടത് സൈഡിൽ വോളിയം റോക്കേഴ്സും സിം ട്രേയും, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ്, ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആക്കുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഫോണിൻ്റെ ഡിസ്പ്ലേ, ഈ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. അപ്പോൾ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. മാത്രമല്ല 180 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വിത്ത് 180 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് കൂടി ചേരുമ്പോൾ മികച്ച ഒരു റെസ്പോൺസ് നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 600 നിറ്റ്സ് ആണ്. ഔട്ട്ഡോറിലും ഓക്കെ എന്ന് പറയാം. ഈ ഒരു ബ്രൈറ്റ്നസ് കുഴപ്പമില്ലാത്ത ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയേണ്ടി വരും. പക്ഷേ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇഷ്ടപ്പെടാതെ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത്. ഓർക്കുക ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഒരു മോഡേൺ ഡിസൈൻ അല്ല ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പോൾ നിലവിൽ കയ്യിലിരിക്കുന്ന പല ഫോണുകളിലും നമ്മളുടെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉണ്ടാകും. ഇനിയൊരു ഫോൺ വാങ്ങുന്നതും വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും നമ്മൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എപ്പോഴും എന്തായാലും ഒരു 5 ഹോളായിരിക്കും കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം.
അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ പ്രൈസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോഴും പല ഫോണുകളിലും ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് നൽകുന്നതെന്ന് തോന്നുന്നു. ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി, അതുപോലെ റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 3 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഫോണിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കുന്ന ബ്ലോട്ട്വെയർസ് എന്നറിയപ്പെടുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ട് ഒരുപാട് ബ്ലോട്ട്വെയർസുകൾ, മോജ്, ജോഷ്, ഫോൺ പേ, അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ, ഈവൻ ഡെയിലി ഹണ്ട്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നേരത്തെ നമ്മൾ കണ്ടതുപോലെ സൈഡ് മൗണ്ടഡ് ആണ്, പക്ഷേ അത് കണ്ടില്ലേ നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ ടച്ചിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 810 എന്ന 5G പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 5G ഫോണാണ്, പക്ഷേ പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാം. 4GB 64GB, 4GB 128GB, അതുപോലെ 6GB 128GB എന്നീ 3 വേരിയൻറ്റുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. അതുപോലെ ഫയൽ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ഇനി ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 48 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ HD മെയിൻ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ് 2 MB ഒരു പോർട്രേറ്റ് സെൻസറും നൽകിയിട്ടുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. ഒരുവിധം ഒരു മീഡിയം ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല, ഫുൾ HD വരെ നമുക്ക് സപ്പോർട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഫുൾ HDയുടെ മുകളിലേക്കുള്ള റെസൊല്യൂഷൻ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയിലും സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഓർക്കണം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ റിയൽമി സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തു എന്നുള്ളത് ഒരു വലിയ അത്ഭുതത്തോടുകൂടി ഞാൻ പറയട്ടെ. നല്ല ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ടാണ്, കാത് അടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലൗഡ്നെസ് ആണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ സൗണ്ടിന് നൽകാമായിരുന്നു തോന്നി, പക്ഷേ കുറച്ച് കാതടപ്പിക്കുന്ന ഒരു സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ് ഈ പ്രൈസ് റേഞ്ചിൽ, അതും റിയൽമി എന്നുള്ളത് എടുത്തു പറയുന്നു. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂയിങ് ആംഗിളിലൊന്നും പ്രശ്നമൊന്നുമില്ല, LCD ഡിസ്പ്ലേ ആണ്, എന്നിരുന്നാലും പ്രശ്നമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഈ നേരത്തെ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയുടെ ആ ഒരു അനുഭവം ഒരല്പം മറയ്ക്കുന്നുണ്ട്. അതുപോലെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു താഴ്ഭാഗത്തിനൊരു എബോ ആവറേജ് സൈസാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ ഡിസ്പ്ലേ കുഴപ്പമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പ്രൈസ് റേഞ്ചിൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും റിയൽമി ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. ഹൈപ്പർ ബ്ലാക്ക്, ഹൈപ്പർ ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ലഭ്യമാവുക. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഹൈപ്പർ ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. എന്ത് തന്നെയാലും ഫോൺ കാണാൻ അതിമനോഹരമാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിനകത്ത് എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡിസൈൻ അത് ഈ പറഞ്ഞ ഇതിനേക്കാളും വിലയുള്ള, അതായത് 22,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന നാർസോ 50 Pro 5Gയെക്കാളും ഡിസൈൻ വൈസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് റിയൽമി നാർസോ 50 5G ആണ്. അപ്പോൾ ഡിസൈൻ ടോപ്പ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ IPS LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ കുറച്ച് ചിഹ്നമുണ്ട്, അപ്പോൾ ഡിസ്പ്ലേക്ക് ഒരു ഭയങ്കര മാർക്ക് അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് 5G ഫോണാണ്, അത് വലിയ കാര്യമാണ്. പെർഫോമൻസും ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നീട് ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh വിത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജ്, അതും ഓക്കെയാണ്. പിന്നെ സിം ട്രേ ഹൈബ്രിഡ് സിം ട്രേ ആണ്, കുഴപ്പമില്ല. മെമ്മറി കാർഡ് ഇടാം വേണമെങ്കിൽ. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, എല്ലാം കുഴപ്പമില്ല. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല അല്ലേ. ഇതിനകത്ത് 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസർ മാത്രവും പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു പോർട്രേറ്റ് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി 8 മെഗാ പിക്സലേ ഉള്ളൂ. അപ്പോൾ ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്നുള്ളത് മാത്രമാണ്. അതർവൈസ് ഫൈൻ. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രൈസ് ആണ് പറയാനുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 4GB റാം 64GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ് റിയൽമി
വിൽക്കുന്നത് 15,999 രൂപയ്ക്കും 4GB റാം 128GB വേരിയന്റ് വിൽക്കുന്നത് 16,999 രൂപയും ഹയർ വേരിയന്റ് ആയിട്ടുള്ള 16GB 128GB വേരിയന്റ് വിൽക്കുന്നത് 17,999 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ 4GB 64GB 16,000 രൂപയ്ക്ക് നമുക്കൊരു 5G ഫോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് റിയൽമിയുടെ നാർസോ 50 Pro 5G എന്ന ഫോണിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.